എൻ്റെ പ്രിയപ്പെട്ട സുഹറാബി, ഇന്ന് ഒക്ടോബർ 31, നമ്മുടെ വിവാഹ വാർഷിക ദിനം. 10-15 വർഷമായിട്ട് നിനക്കൊരു സ്നേഹ സമ്മാനം പോലും എനിക്ക് നൽകാനായിട്ടില്ല. ഇന്നീ കത്ത് നിന്റെ കൈകളിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെഴുതാൻ ഒരു കാരണമുണ്ട് സുഹറ. നമ്മുടെ മകൻ ഇന്ന് ജീവിതത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു തുടക്കം നിന്റെ കഷ്ടപ്പാടുകളുടെ ഒടുക്കമായി മാറട്ടെ. നിന്റെ എല്ലാ പ്രതിസന്ധികളും വേദനകളും ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. റബ്ബിൻ്റെ നിയോഗം കൊണ്ട് നമ്മൾക്ക് പിരിയേണ്ടി വന്നു. നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടാവിനൊരു ലക്ഷ്യമുണ്ട്. എൻ്റേത് അവസാനിച്ചപ്പോൾ എനിക്ക് തിരികെ വരേണ്ടി വന്നു. നീ എൻ്റെ അരികിലെത്താൻ കാത്തിരിക്കും പോലെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം നിന്നെപ്പോലെ ജീവിക്കുന്ന ഒരുപാട് സുഹറമാർക്ക് നീ പ്രചോദനമാവണം, താങ്ങും തണലുമാവണം. നിന്റെ ചരിത്രം മറ്റുള്ളവർക്കും ഒരു പാഠമാവേണ്ടേ? ഭർത്താവില്ലാതെ ഏക അമ്മയായി മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് നീ ഒരു മാതൃകയാവണം. മക്കളുമായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഈ ലോകത്തുണ്ടാവുന്ന കയ്പും മധുരവുമേറിയ ദിനങ്ങളെ നിനക്ക് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടേ? സഹായ വാഗ്ദാനങ്ങളുമായി കാമക്കഴുക കണ്ണുകൾ നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ആദ്യമൊക്കെ പേടിച്ച് പതറിയിരുന്ന നിന്റെ കണ്ണുകളിലെ നിസ്സഹായതയെ ഓർത്ത് ഞാൻ അസ്വസ്ഥനായിരുന്നു. ചുറ്റിലുള്ളവരെയും സമൂഹത്തെയും പേടിയോടെ നോക്കിയിരുന്ന നിന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ നീ അറിയാനാണ്? നമ്മുടെ മക്കൾക്ക് ഒരു കുറവും വരുത്താതെ ആവശ്യമുള്ളതൊക്കെയും നീ നെയ്തു കൊടുത്തു. ഒരാണിനെ പോലെ നമ്മുടെ കുടുംബത്തിൻ്റെ നെടുന്തൂണായി. മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ നീ തലയുയർത്തി തന്നെ നിന്നു. ചെറിയ പ്രതിസന്ധി വന്നാൽ പോലും എൻ്റെ പിന്നിൽ ഒളിച്ചിരുന്ന നീ ഇന്ന് കരുത്തുറ്റവളായി. ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാൻ നിനക്കിന്ന് സാധിക്കും. ഇന്ന് നീ കരുത്തുറ്റവളാണ് സുഹറ. എല്ലാം നിനക്ക് സാധിക്കും. ഒടുവിൽ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ലാത്ത പോലെ പടച്ചോൻ നിന്നെ സന്തോഷിപ്പിക്കും. കാലങ്ങൾക്കിപ്പുറം നിന്റെ ദൗത്യം തീർത്ത് നീയും ഞാനും ഒന്നിക്കും. അന്ന് നമ്മൾക്കൊരു 100 കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഈ സ്വർഗത്തിലിരുന്ന് നിന്റെ എല്ലാ നേട്ടങ്ങളും കണ്ട് സന്തോഷിക്കുന്നുണ്ട് ഞാൻ. ഏറ്റവും ശക്തിയായ സ്ത്രീ നീയാണ് സുഹറ. എൻ്റെ ഓർമ്മകൾ നിനക്കെന്നും കൂട്ടായി ഉണ്ടാവും എന്ന് നിന്റെ സ്വന്തം നാസർ.